ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോർജ് ജോസഫ് സാറ് കൈകാര്യം ചെയ്യുന്നു. ഇക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർ മേരി ജോർജ്, പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞയും അധ്യാപികയൊക്കെ ആയിരുന്ന മേരി ജോർജ് വിശകലനം ചെയ്യുന്നു. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യാൻ സംവിധാനമുണ്ട്. അതുപോലെ സംസ്ഥാന രാഷ്ട്രീയം ഒക്കെ സണ്ണിക്കുട്ടി എബ്രഹാം കൈകാര്യം ചെയ്യുന്നു. CR നീലകണ്ഠൻ സാറ് വളരെ ആർജവത്തോടെ എൻവയോൺമെൻറ്റ്, ഹ്യൂമൻ റൈറ്റ്സ്, കറൻറ്റ് അഫയേഴ്സ്, ഡെവലപ്മെൻറ്റ് എല്ലാം കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ സാധാരണ ജനങ്ങളോട് സംവദിക്കുന്ന ടെലിവിഷൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിരന്തരമായി പൊതുജനങ്ങളോട് സംവദിക്കുന്ന, മാധ്യമങ്ങളിലൂടെ സംവദിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. അതാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി. അല്ലാതെ എല്ലാ പ്ലാറ്റ്ഫോമിനും ക്രെഡിബിലിറ്റി അവകാശപ്പെടാനാവില്ല എന്നും എനിക്കറിയാം. യൂട്യൂബ് ചാനൽ നിലവാരം എന്ന് പറയുന്ന പ്രയോഗം തന്നെ അങ്ങനെയല്ലേ വന്നത്. ഒരു യൂട്യൂബ് ചാനൽ സെൻസേഷണലൈസ് ചെയ്യുന്നു, വ്യാജ വാർത്തകൾ കൊടുക്കുന്നു. എന്ത് വാർത്ത കിട്ടുമ്പോഴത് വ്യാജ വാർത്തയാണെന്ന് വാർത്തയാണ്. അതിനെ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്നതാണ് പ്രധാനം. അല്ലാതെ തികച്ചും തെറ്റായ ഒരു വാർത്ത ഒരിക്കലും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിട്ടില്ല. ഇതാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ചുമതലക്കാരൻ മിസ്റ്റർ ജമീഷ് ഒരിക്കലും തെറ്റായ വാർത്തകൾ അവതരിപ്പിക്കില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ ചാനലുമായി സഹകരിക്കുന്നത് എന്നുകൂടി പ്രേക്ഷകരായ ആളുകൾ, കാരണം ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയും, ഞങ്ങൾ റിസോഴ്സ് പേഴ്സൺസ് എന്ന നിലയിൽ ഞങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി ഇതുമായി ബന്ധപ്പെട്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ വാർത്തകൾ അവതരിപ്പിക്കുകയും ആ വാർത്താ അധിഷ്ഠിതമായ വിശകലനങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അത് പ്രേക്ഷകർക്ക് പലർക്കും പ്രയോജനകരമാകും എന്ന ഉത്തമ ബോധ്യത്തിലാണ് ചെയ്യുന്നത്.